ഹായ് ഫ്രണ്ട്സ്, ടിറ്റാണ് കേട്ടോ. നമ്മൾ ഇന്നൊരു ചെറിയ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. സമ്മർ കാലമായതുകൊണ്ട് പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം കൂടിയാണ്. ലൂക്കായി അപ്പയമ്മയും വായുവും കൂട്ടി ഞങ്ങൾ ഇന്ന് പോകുന്നത് ട്രിപ്പിൾ സി ഫാം കാണാൻ വേണ്ടിയാണ്. അതെവിടെയാണെന്നല്ലേ, നമ്മുടെ ഹാമിൽട്ടിൽ തന്നെയുള്ള അൻകാസ്റ്ററിലാണ് കേട്ടോ. ലൂക്കാച്ചനാണെങ്കിൽ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാം തിരഞ്ഞെടുത്തത്. അങ്ങനെ നമ്മുടെ ഈ ഫാമിലി ഔട്ടിംഗ് എത്തി നിൽക്കുന്നത് ട്രിപ്പിൾ സി ഫാമിന്റെ കവാടത്തിലാണ് കേട്ടോ. അവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഫാമിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ ആരെങ്കിലും ട്രിപ്പിൾ സി ഫാമിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റിസർവേഷൻ ഒക്കെ ചെയ്ത് പോകുന്നതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾ ട്രിപ്പിൾ സി ഫാം ബുക്കിംഗ് പേജിൽ പോയി റിസർവ് ചെയ്യുമ്പോൾ ഏകദേശം 5 പേർക്ക് $23 ഇൻക്ലൂഡിംഗ് ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏകദേശം എൻട്രി ഫീസായിട്ട് $5 പെർ പേഴ്സണും അവർ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫാമിലേക്ക് എത്തി ഞങ്ങൾ ഓരോരോ മൃഗങ്ങളെയായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ആടുകളും പിന്നെ കുറെ കുഞ്ഞു പന്നികളും അൽപ്പാക്കയും ഇവരെയൊക്കെ കണ്ട് ആസ്വദിച്ച് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവരെയൊക്കെ കൈകൊട്ടി വിളിച്ചും ഒന്ന് തലോടിയും ലൂക്കാച്ചൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കും ഇതൊരു കൗതുകം തന്നെയായിരുന്നു. നിങ്ങൾ ഇവിടെ ഹാമിൽട്ടൺ അടുത്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫാമൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. കുട്ടികൾക്ക് മൃഗങ്ങളെ നേരിൽ കാണുവാനും പ്രകൃതിയുമായി അടുത്തറിയാനും ഇത്തരത്തിലുള്ള ഫാം സന്ദർശനങ്ങൾ വളരെ നല്ല അനുഭവമാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ എത്ര പെട്ടെന്നാണല്ലേ വളർന്നുകൊണ്ടിരിക്കുന്നത്. ലൂക്കാച്ചനാണെങ്കിൽ ഏകദേശം ഇപ്പോൾ 22 months ആയിട്ടുണ്ട്. അവന് 2 മാസം കൂടെ കഴിഞ്ഞാൽ 2 വയസ്സാവും. അവനാണെങ്കിൽ വീട്ടിലിരിക്കുന്നതിനും കൂടുതൽ പുറത്തുകൂടെ നടക്കാനും യാത്രകളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. നമ്മൾ നാട്ടിലായിരുന്നെങ്കിൽ നമ്മുടെ വീടുകളിൽ കോഴികൾ, പന്നികൾ, പശുക്കൾ, ആടുകൾ, മൊയിലുകൾ ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടുകളിലേക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ ഇനി കാനഡയിൽ നമ്മൾ ഇതുപോലത്തെ ഫാമുകളിലൊക്കെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയുള്ള യാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും കുട്ടികൾക്ക് പ്രകൃതിയുമായി കൂടുതൽ അടുത്തിടപഴകാനും ഇത് വളരെ നല്ലൊരു അനുഭവമാണ്. ഫാമിലെ പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ അന്തരീക്ഷവും മനസ്സിനൊക്കെ സന്തോഷവും ഉന്മേഷമൊക്കെ നൽകും കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഫാമിൽ തന്നെയുള്ള കുട്ടികൾക്കൊക്കെ ഇരുന്ന് കളിക്കാനും കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാനും പറ്റിയ അതൊരു അതിമനോഹരമായൊരു പ്ലേ ഏരിയ ആണ് കേട്ടോ. അവിടെ നിന്ന് അകലേക്ക് നോക്കിയപ്പോഴാണ് ഒരു സുന്ദരനായ പശുക്കുട്ടൻ അവിടെ നിന്ന് പുല്ലൊക്കെ കഴിക്കുന്നു കേട്ടോ. അവൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞ് ഞങ്ങളും തിരിച്ച് ലൂക്കാച്ചന് കളിക്കാൻ വേണ്ടി കമ്പനി കൊടുക്കാൻ പോയി കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് ലൂക്കാച്ചൻ്റെ കളിയും ചിരികളൊക്കെ കണ്ടതിന് ശേഷം കുറേ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ തന്നെ സമയം ചെലവഴിച്ചു കേട്ടോ. ഞങ്ങൾ ഫാം സന്ദർശിച്ച് വീക്ക് ഡേയ്സിലായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും തന്നെ പോയി നല്ല സ്വസ്ഥമായിട്ടിരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്ന് ഞങ്ങൾ കുറച്ച് കുഞ്ഞ് മുയലുംകുട്ടന്മാരെയും ചെമ്മരിയാടിനെയൊക്കെ ലൂക്കാച്ചനെ കാണിച്ച് കുറേ നേരം അവിടെ സമയമൊക്കെ ചെലവഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഫാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യും കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.